നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് എം സ്വരാജ് പോരാട്ടത്തിന് കളമൊരുങ്ങി. സസ്പെൻസിന് വിരാമമിട്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ എം സ്വരാജിനെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂർക്കാർ തമ്മിലുള്ള പോരാട്ടത്തിന് കളം ഒരുങ്ങി. എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിൽ LDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. സ്വരാജിന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുമായാണ് പ്രവർത്തകർ നിലമ്പൂർ ടൗണിൽ പ്രകടനം നടത്തിയത്. പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ ലഭിച്ചതിന്റെ ആഹ്ലാദമാണ് മണ്ഡലത്തിൽ ആവേശമായി അലയടിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്കാണ് പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തിയത്. 2016 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ മന്ത്രിയായിരുന്ന K ബാബുവിനെ അട്ടിമറിച്ചാണ് എം സ്വരാജ് വിജയിച്ചത്. സംസ്ഥാനത്തെ പ്രമുഖ യുവ നേതാക്കളിൽ ഒരാളും നല്ല പ്രാസംഗികനുമായി എം സ്വരാജ് LDF സ്ഥാനാർത്ഥിയായതോടെ നിലമ്പൂർ തീപ്പാറും പോരാട്ടത്തിന് വേദിയാകും. PV അൻവർ രാജിവെച്ച ഒഴിവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നിലനിർത്തുക എന്നത് CPMന് ജീവൻ മരണ പോരാട്ടമാണ്. അതിനാൽ തന്നെയാണ് പൊതുസ്വതന്ത്ര ഉൾപ്പെടെ നിരവധി പേരെ പരിഗണിച്ച ശേഷം സ്ഥാനാർത്ഥിത്വം എം സ്വരാജിലേക്ക് തന്നെ എത്തിയത്. 1969 കുഞ്ഞാലിയുടെ മരണശേഷം CPMന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ ഇതുവരെ വിജയിപ്പിക്കാനായിട്ടില്ല. അൻവറിന് മറുപടി കൊടുക്കുന്നതിനൊപ്പം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച് ഒരു MLA എന്ന CPM സ്വപ്നത്തിനും എം സ്വരാജിന്റെ വിജയം അനിവാര്യമാണ്. LDFും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നിലമ്പൂരിലെ പോരാട്ടത്തിന് വാശിയേറിയ തുടക്കമായി. SFI, DYFI സംസ്ഥാന നേതൃത്വത്തിലൂടെ കഴിവ് തെളിയിച്ച നേതാവ് കൂടിയാണ് എം സ്വരാജ്. 2 തവണ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുകയും ഇതിൽ 1 തവണ വിജയിക്കുകയും 1 തവണ പരാജയപ്പെടുകയും ചെയ്ത സ്വരാജിന്റെ 3ാം പോരാട്ടത്തിനാണ് നിലമ്പൂർ വേദിയാകുന്നത്. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.